ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ നാടൻ പക്കാവടയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് കടലമാവ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി അരച്ചത് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർക്കുക. പിന്നെ ഇവയെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പൊടിയെല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പക്കാവട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അച്ച് ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി സേവനാഴിയിൽ നിന്ന് മാവ് പീച്ച് നമുക്ക് എണ്ണയിലോട്ട് ഇടാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്കാവട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരി എടുത്ത് മാറ്റി വെക്കാം. ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇനി പക്കാവട കൈവച്ച് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്തെടുത്ത കറിവേപ്പില ഇതിനകത്തോട്ട് വിതറിയിടാം. ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.